മാരിയില്ലാ മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പയിന് തുടക്കമായി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. തൃത്താല വട്ടേനാട് ഗവൺമെന്റ് VHSSൽ മാരിയില്ലാ മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ആരോഗ്യം സേഫാക്കുക മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെയും അതുപോലെ തന്നെ ക്ലാസ്സിൽ സഹപാഠികൾ ഇങ്ങനെയുള്ള നമ്മൾ പനി വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗം വഹിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കും. 2-3 ദിവസം കഴിയുമ്പോഴാണ് ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷമാണ് നമുക്ക് ഡെങ്കി ഉണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായ പനി ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ അതിനകം നമ്മൾ കൈമാറേണ്ടവർക്ക് കൈമാറിക്കാണ്. അപ്പൊ ഈ പൊതുവെ ഈ ഒരു കാലം ഇങ്ങനെയൊക്കെയുള്ള ഒരു ജാഗ്രത, അതാണ് പ്രതിരോധം എന്ന് പറയുന്നത്. ആ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് പരിസരം വൃത്തിയാക്കിയിട്ട് വേണ്ടത് അങ്ങനെ, നമ്മൾ ഓരോരുത്തരും അകലം പാലിച്ച് ചെയ്യേണ്ടത് അങ്ങനെ. പിന്നെ ഇതിനൊക്കെ ഈ കോവിഡ് വന്നതിന് ശേഷം നമുക്കൊക്കെ ഒരു ശ്രദ്ധയുണ്ട്. നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ വലിയൊരു നിവൃത്തിയില്ലെങ്കിൽ കൈയൊന്നും കഴുകാതെ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു, അല്ലെ? എന്നാൽ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ശീലം വന്നു. കൈ കഴുകാതെ ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ അകലം പാലിക്കുന്നു. ചെറിയ തോതിൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുന്നു. അപ്പോ ചില പ്രതിസന്ധികൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളുമുണ്ട്. അപ്പൊ അതുപോലെ ഒരു നല്ല ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഈ ജൂലൈ മാസം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ജൂലൈയുടെ മധ്യമാകുമ്പോഴേക്ക് ഈ പനികളൊക്കെ വളരെ വലിയ തോതിൽ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലാ തലങ്ങളിലുമുള്ള പ്രതിരോധം ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടെ വന്നിട്ടില്ല. കുറച്ചു പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. പക്ഷെ ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള നേതൃത്വവും നിങ്ങൾ തന്നെ വഹിക്കണം. പകർച്ചവ്യാധികൾ പകരാതിരിക്കുന്നതിന് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലുമാണ് ഡ്രൈ ഡേ. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങൾ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിലെ ഹൈസ്കൂളുകൾക്കിടയിൽ കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും കൊതുകിന്റെ ഉറവിട നശീകരണത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമാണ് മാരിയില്ലാ മഴക്കാലം വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗനിയന്ത്രണ മത്സര ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കൊതുകുജന്യ രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയാരോഗ്യ ദൌത്യത്തിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും കുട്ടികളിലൂടെ വീടുകളിൽ സന്ദേശം എത്തിക്കുന്നതിനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നത്. കുട്ടികളുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സഹായത്തോടെയാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തുക. പരിപാടിയിൽ VT ബൽറാം MLA അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി പകർച്ചവ്യാധി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ക്യാമ്പയിൻ ലോഗോ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒറ്റപ്പാലം ഉപജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ സിജു തോമസിന് നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു മരിയ ജോസഫ് ക്യാമ്പയിൻ വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ദിവ്യ, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിരേഖ, വൈസ് പ്രസിഡന്റ് PV ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ അബൂബക്കർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ബിന്ദു തോമസ്, ഡോക്ടർ B റിയാസ്, ഡോക്ടർ PS ശ്രീകുമാർ, പ്രിൻസിപ്പൽ PJ ജ്യോതി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്.